ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പേർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ വരുന്ന, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ 3D 2D എന്ന് പറയുന്ന ജോമെട്രിക്കകത്ത് വരുന്ന ടോപ്പിക്കാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 3Dയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക് ബേസ് നമ്മൾ തീർത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നതിനകത്ത് ക്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ സമചതുര കട്ട എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഡിഗ്രി ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് ആദ്യമേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ. വെറുതെ നിങ്ങൾ ഇത്രയും ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കാണുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സമയങ്ങൾ വെറുതെ കളയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് തന്നെ പോവുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഞാൻ ക്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്യൂബിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കയറി കാണേണ്ടതാണ്. കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഒരു ക്യൂബിൻ്റെ വ്യാപ്തം 64 സെൻറ്റിമീറ്റർ ക്യൂബായാൽ അതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ത്? ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വോളിയം എന്ന് പറയുന്നത് 64 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ TSA എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചിലർക്ക് നമുക്ക് മലയാളം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് ഇംഗ്ലീഷേ അറിയാവുള്ളൂ, മലയാളം അറിയാൻ പാടാത്തവരുണ്ടാവും. ഒരുപാട് പേരുണ്ട്. എനിവേ നമ്മളത് ജസ്റ്റ് മാക്സിമം പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മലയാളമോ ഇംഗ്ലീഷോ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ക്യൂബിൻ്റെ വ്യാപ്തമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഒരു ക്യൂബിൻ്റെ ഉപരിതല പരപ്പളവാണ്. അതായത് TSA, അല്ലെങ്കിൽ നമ്മൾ പറയും ഉപ്പാപ്പ, നമ്മൾ സിമ്പിളായിട്ട് പറയും അല്ലേ, ഉപരിതല പരപ്പളവ്. എന്താണ് ഫോർമുല? ഒരു ക്യൂബിൻ്റെ ഉപരിതല, സിമ്പിളായിട്ട് ഇക്വേഷൻ പഠിക്കാം. കാര്യം ഒരു ക്യൂബ് എന്ന് പറയുന്നത് 6 സമചതുരങ്ങൾ ചേരുമ്പോഴാണ് ക്യൂബ് ആവുന്നത് അല്ലേ. ഒരു സമചതുരത്തിൻ്റെ ഏരിയ എന്താണ്, അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്, അല്ലെങ്കിൽ വിസ്തീർണം എന്താണ്? ഒരു സമചതുരത്തിൻ്റെ A² ആണ്, വശം ഇൻറ്റു വശം A². അപ്പോൾ അങ്ങനെയുള്ള 6 മുഖങ്ങൾ ചേരുമ്പോൾ, അപ്പോൾ ഒരു മുഖത്തിൻ്റെ A² ആണെങ്കിൽ 6 മുഖം 6A². സിമ്പിളാണ് പഠിക്കാൻ അല്ലേ. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കാൻ കുറച്ച് ഇങ്ങനെയുള്ള ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ച് വെച്ചിരിക്കുന്നതെന്ന് കരുതുന്നു. എനിവേ, ഒരു മുഖത്തിൻ്റെ A², 6 മുഖങ്ങളുള്ളത് കൊണ്ട് 6A². അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്, ഉപരിതല പരപ്പളവ്. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? അതിൻ്റെ ഒരു വശം നമ്മൾ അറിഞ്ഞിരിക്കണം, അതായത് A അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കിയേ. അത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഒരു വശം തന്നിട്ടില്ല, പകരം തന്നേക്കുന്നത് വ്യാപ്തമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യേണ്ടത്? ആ വ്യാപ്തത്തിനുള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആര് കിടപ്പുണ്ട്? ഈ വശം കിടപ്പുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് വ്യാപ്തം തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. എത്രയാണത്? 64 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് A കണ്ടുപിടിക്കണം, വശം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കും, വോളിയം എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? A³ ആണ്. ഒരു വശം A ആണെങ്കിൽ A³. അപ്പോൾ A³ ആണ് നമുക്ക് 64 തന്നിരിക്കുന്നത്, ശരിയല്ലേ. അപ്പോൾ നമുക്ക് A കണ്ടുപിടിക്കണം. A എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 64 എന്നൊന്നുകിൽ എഴുതാം, എന്താ ഇങ്ങനെ കണ്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. A³ എന്ന് പറയുന്നത് 64 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ 4ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. കാര്യം 64 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പവറുകൾ സെയിം ആണെങ്കിൽ ബേസുകളും സെയിം ആയിരിക്കും. അപ്പോൾ A എത്രയായിരിക്കും? A=4 എന്ന് സിമ്പിളായിട്ട് കിട്ടും. ഇവിടെയാണെങ്കിൽ ക്യൂബ് റൂട്ട് 64 ഫാക്ടറൈസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു 10 വരെയെങ്കിലും ഈ ക്യൂബൊക്കെ നമ്മൾ പഠിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫാക്ടറൈസ് അറിയാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് പറയാം. അപ്പോൾ ഒരു വശം A കിട്ടിയില്ലേ. ഇനി നമ്മൾ A കിട്ടാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉപരിതല പരപ്പളവ്, അല്ലെങ്കിൽ TSA എന്ന് പറയുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A² ആണ്. ദാറ്റ് ഈസ് 6 × 4² അല്ലേ. അതായത് 6 × 16 ഗുണിക്കുമ്പോൾ എന്ത് വരും? 6 6 36, 1 6 3 96 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. അവസാനത്തെ ഓപ്ഷൻ 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക, ഇത് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാമല്ലോ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒരു ക്യൂബ് ആകൃതിയിലുള്ള ഗ്ലാസിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് വ്യാപ്തം, അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയാൽ അതിൻ്റെ വശത്തിൻ്റെ നീളം എന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ക്യൂബാകൃതിയുടെ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ഉള്ളളവ് മീൻസ് വ്യാപ്തം തന്നെയാണ്. സോ വ്യാപ്തം 1 ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാപ്തം =1 ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എങ്കിൽ അതിൻ്റെ വശത്തിൻ്റെ നീളം എന്തെന്ന് ചോദിച്ച് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലും മീറ്ററിലും ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് സെൻറ്റിമീറ്ററോട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റിമീറ്റർ, ലിറ്റർ,
മീറ്റർ, അത് ഒന്ന് നമ്മൾ ഓർഡർ തന്നെ അറിഞ്ഞിരിക്കണം. അതെങ്ങനെ കൺവേർഷൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് എളുപ്പ വഴി എന്താണ്, നമുക്ക് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള സാധനമായിരിക്കും ഈ യൂണിറ്റ് കൺവേർഷൻ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എളുപ്പ വഴികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഐഡിയ ഇല്ല എന്ന് തീർച്ചയായും പറയാം, നമ്മൾ ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഞാൻ. ഈ ലിറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, ഇതൊന്നും നമുക്ക് കൺവേർഷൻ നോക്കാം. അതായത് നമ്മൾ ഇങ്ങനെ പഠിക്കുക, സെയിം CL ക്ലൈം തന്നെ പഠിക്കാം, ക്ലൈം അല്ലെങ്കിൽ കാം എന്ന് പഠിച്ചാലും മതി. അപ്പോൾ സെൻറ്റിമീറ്റർ ഏറ്റവും ചെറുത്, ലിറ്റർ കുറച്ചുകൂടെ വലുത്, ഏറ്റവും വലുത് മീറ്റർ, ഇങ്ങനെ തന്നെ പഠിക്കുക. സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ, ഞാൻ സെൻറ്റിമീറ്റർ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് ഏറ്റവും ചെറുത്, ലിറ്റർ അതിനേക്കാൾ വലുത്, മീറ്റർ ക്യൂബ് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ കൺവേർഷൻ നോക്കാം. നമുക്കിവിടെ എന്താ വേണ്ടത്, നമുക്ക് ലിറ്ററിനെ സെൻറ്റിമീറ്റർ മാറ്റി, ആദ്യം സെൻറ്റിമീറ്ററും മീറ്ററും കിടപ്പുണ്ട്. സോ നമുക്ക് ആദ്യം സെൻറ്റിമീറ്റർ ക്യൂബിലോട്ടൊന്ന് മാറ്റി നോക്കാം. ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് മാറ്റാം. നോക്കിയേ, ഇതാണ് കൺവേർഷൻ അല്ലേ. സെൻറ്റിമീറ്ററാണോ ലിറ്ററാണോ വലുത്? ലിറ്ററാണ് വലുത്. അപ്പോൾ ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കുമ്പോൾ ഈ വലുതിനെ നമ്മൾ ചെറുതാക്കുകയാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറുതിനെ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. നമ്മൾ കോഡൊക്കെ പഠിച്ചു, വച്ചേക്കൂ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. വച്ചേക്കൂ, അതായത് വലുതിനെ ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം. അതായത് ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വലുതിനെ ചെറുതാക്കുന്നു, ഗുണിക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്ന. അപ്പോൾ ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബായി ചെറുതാക്കാനായിട്ട് ഗുണിക്കണം. എത്ര കൊണ്ട്? ഇത് നമ്മുടെ റിലേഷൻ 1000 ആണ്, ശരിയല്ലേ. അപ്പോൾ ഗുണിക്കണം. അപ്പോൾ ഒരു ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കാൻ ഗുണിക്കണം. എത്ര കൊണ്ട്? 1000 കൊണ്ട്. അതായത് നമുക്ക് പറയാം വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെങ്കിൽ അതിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കുമ്പോൾ 1 × 1000. കൺഫ്യൂഷൻ ഉള്ളവരുണ്ടായിരിക്കും. ആ വീഡിയോ ക്ലാസ്സിന് വേണമെങ്കിൽ താഴെ ഒന്ന് ലിങ്ക് കൊടുത്ത് വെച്ചിരിക്കാൻ നോക്കാം. സോ എന്താണ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ വ്യാപ്തം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് പറയുന്നത്, ക്യൂബിൻ്റെ അല്ലേ. അതായത് A³ = 1000. അപ്പോൾ A എത്രയായിരിക്കും? 10ൻ്റെ ക്യൂബ് എന്ന് എഴുതി കൂടെ നമുക്ക്. A³ 10ൻ്റെ ക്യൂബ്, പവർ സെയിം ആകുമ്പോൾ A = 10. ഒരു വശം 10 സെൻറ്റിമീറ്റർ, കാരണം നമ്മുടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് എടുത്തത് അല്ലേ. സോ 10 സെൻറ്റിമീറ്റർ നോക്കിയ ഓപ്ഷൻ ഉണ്ടോന്ന്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റും. മീറ്റർ ക്യൂബ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലുത് അല്ലേ, ഏറ്റവും വലുത്. അപ്പോൾ ഈ വലുതിനെ ചെറുതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനേക്കാൾ ചെറുതാക്കണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വലുതാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ചെറുതിനെ വലുതാക്കാൻ നമ്മൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 1/1000 നമ്മൾ പറയേണ്ട, കൺഫ്യൂസിങ് ആണ്. സോ അത് പറയേണ്ട. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് പോകും. നമുക്ക് കിട്ടിയിട്ടുണ്ട്, സോ നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? 3rd ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. 4 ഇഞ്ച് വശമുള്ള ഒരു ക്യൂബിൻ്റെ ഓരോ ജോഡി എതിർവശങ്ങളിലും ചുവപ്പ്, പച്ച, കറുപ്പ് എന്നീ നിറങ്ങൾ പൂശുന്നു. അതിനെ വശം 1 ഇഞ്ച് ആയ ക്യൂബുകളാക്കി മുറിക്കുന്നു എങ്കിൽ 3 വശങ്ങൾ ചായം പൂശി എത്ര ക്യൂബുകളുണ്ട്? അപ്പോൾ ഇത് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അതായത് ഈ ചായം പൂശുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെച്ചോളുക. അതായത് 3 വശങ്ങൾ ചായം ഉള്ള, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വിചാരിക്കും. ഒരുപാട് കിട്ടുള്ള ക്വസ്റ്റൻ. അതായത് ഒരു ക്യൂബ് എടുക്കുന്നു, നമ്മൾ ആ ക്യൂബിനെ നമ്മൾ പീസാക്കി ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്യണം. എല്ലാ സൈഡും പെയിൻറ്റ് ചെയ്യുന്നു. കളറൊക്കെ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വിടാം. പെയിൻറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ, ചെറിയ ക്യൂബുകളാക്കി മുറിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ 3 വശങ്ങളിലും, അതായത് മുറിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മുറിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഒരു കോർണറിലേക്ക് നോക്കും. നിങ്ങൾ ആലോചിച്ച്, ഒരു വലിയ ക്യൂബ് ഉണ്ട്, അതിൻ്റെ കോർണറിൽ നമ്മൾ മുറിക്കുകയാണ്. അതിൻ്റെ ആ കോർണറിലുള്ള എത്ര വശങ്ങളിൽ ചായം ഉണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കിയേ. 3 വശങ്ങളിൽ ചായം ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ളതിൽ ചായം കാണില്ല. അപ്പോൾ മാക്സിമം വരുന്നത് 3 വശങ്ങൾ ചായമുള്ള ക്യൂബുകളെ കിട്ടുള്ളൂ. അത് നമ്മൾ ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബ് മുറിക്കുമ്പോൾ 3 വശങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചായം വരുന്ന സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ 3 വശങ്ങൾ ചായമുള്ള 8 ക്യൂബുകളായിരിക്കും. അത് കാണാൻ പഠിക്കേണ്ട സാധനമാണ്. 8 ക്യൂബ് ഉണ്ട് നമുക്ക് കയ്യിലുണ്ടാവും. ഓക്കെ അല്ലേ. ഇനി 2 വശങ്ങൾ ചായമുള്ളതോ? 2 വശങ്ങൾ ചായമുള്ള നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 12 × n-2. ഇത്രയും n എന്ന് പറഞ്ഞാൽ വശമാണ്. സോ n-2 ഇത്രയും ക്യൂബുകൾ ഉണ്ടായിരിക്കും. ദെൻ ഒരു വശം ചായം ഉള്ള 6 × n-2² എന്ന് പറയുന്ന എണ്ണം ഉണ്ടായിരിക്കും. ദെൻ ഒരു വശവും 0 വശം, അതായത് ഒരു വശവും ചായമില്ലാത്ത ഉണ്ടാവും. അത് n-2 ദ ഹോൾ ക്യൂബ് ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സിമ്പിളാണ് കാര്യം. 3 വശങ്ങളിൽ ചായമുള്ള എത്ര ക്യൂബുകൾ എന്നാണ് ചോദ്യം. 3 വശങ്ങൾ ഡയറക്റ്റായിട്ട് വഴി എല്ലാം ഏത് എടുത്താലും നമുക്ക് 3 വശങ്ങൾ ചായമുള്ള 8 എണ്ണമേ ഉണ്ടായിരിക്കുള്ളൂ. സോ 8 ക്യൂബുകളായിരിക്കും ഉണ്ടാവുക. അത് സിമ്പിളാണ്. കോർണറിൽ വരുന്നതാണ്. ടോപ്പിൽ ക്യൂബ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുകളിൽ 3 കോർണറിൽ വരുന്ന 3 എണ്ണം, 4 എണ്ണം താഴെയും 4 കോർണറിൽ 4 എണ്ണം, ഒരെണ്ണം വെച്ച് 4 എണ്ണം വരും. സോ മുകളിൽ 4, താഴെ 4, അങ്ങനെ 8 എണ്ണം ഉണ്ടാവും. അതാണ് പറയുന്നത്. അത് എല്ലാത്തിനും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ 8 എന്ന് പറയുന്ന ഓപ്ഷനാണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്യൂബിൻ്റെ വശം 100% കൂട്ടിയാൽ വ്യാപ്തം എത്ര ശതമാനം കൂടും എന്നാണ് ചോദ്യം.
ഈ ഒരു 100% കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. 100% എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10ന്റെ 100% എന്ന് പറഞ്ഞാൽ എന്തിന് വരും നോക്കി? 10ന്റെ 100% 10 തന്നെ വരും, ശരിയല്ല? അപ്പോൾ ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് ഓർത്തോളുക. എന്തുകൊണ്ട് നോക്കിയേ, ഒരു ക്യൂബിൻ്റെ വശം 100% കൂട്ടുകയാണ്. അപ്പോൾ 100% എടുക്കുന്നതല്ല, 100% കൂട്ടുകയാണ്. അതായത് 10ന്റെ 100% കൂട്ടുക എന്ന് പറഞ്ഞാൽ 10ന്റെ 10% കണ്ടുപിടിച്ചോ, 10 കിട്ടി, അത് 10നോടൊപ്പം കൂട്ടുക എന്നാണ്. അതായത് 20 എന്ന് കിട്ടും നമുക്കല്ലേ. അപ്പോൾ 10ന്റെ 100% കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അതായത് 10ന്റെ ഇരട്ടിയായിരിക്കും കിട്ടുന്നത്. അത്രേ ഉള്ളൂ. 100% കൂട്ടുമ്പോൾ എപ്പോഴും ഇരട്ടിയായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ 100 എടുക്കുകയാണ്. 100ന്റെ 100% എന്ത് വരും? 100 × 100 എത്ര കിട്ടും? 100 എന്ന് തന്നെ കിട്ടും, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ 100% കൂട്ടുക എന്ന് പറഞ്ഞാൽ നേരത്തെ 100നോടൊപ്പം ഇത് കൂട്ടുക, അപ്പോൾ 200 എന്ന് കിട്ടും, ഇരട്ടിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു വശം അല്ലെങ്കിൽ ഒരു സംഖ്യ 100% കൂട്ടി എന്ന് പറഞ്ഞാൽ ഇരട്ടി എടുക്കുക എന്നാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വ്യാപ്തം നമുക്കൊന്ന് പറയാം. ആദ്യ വ്യാപ്തം നമുക്കൊരു വശം എ ആണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വ്യാപ്തം a³ ആയിരിക്കും, ശരിയല്ലേ? ഇനി അതിന് വശം 100% കൂട്ടുകയാണ്. വശം 100% കൂട്ടി മീൻസ് എയുടെ 100% കൂട്ടി. എയുടെ 100% എ തന്നെ ആയിരിക്കും. അത് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാവുക എന്നാണ്. അപ്പോൾ പുതിയ വശം എന്ന് പറയുന്നത്, പുതിയ വശം എന്തായിരിക്കും? 2a ആയിരിക്കും, അല്ലേ? 2a ആയിരിക്കില്ലേ? അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? അപ്പോൾ പുതിയ വശം വെച്ചിട്ട് പുതിയ ക്യൂബിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? 2a³. ഇങ്ങനെയല്ലേ? തെറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഭയങ്കര തെറ്റാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? 2a³ ആണ്. കേട്ടോ, ഇതൊക്കെ നമ്മൾ വരുത്ത കുഞ്ഞു എറേഴ്സ് ആണ്. നമ്മൾ 2a³ എന്ന് എഴുതി വെക്കും. എൻ്റെ ആൻസർ 2 എന്ന് എഴുതുന്നത് 200% ഉണ്ട് കേട്ടോ. നമ്മൾ 200 എന്ന് എഴുതും. അപ്പോൾ അതുകൊണ്ട് ക്യൂബൊക്കെ കൊടുക്കുമ്പോൾ ഹോൾ ക്യൂബ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ കാര്യം വശത്തിൻ്റെ ക്യൂബാണ്, വശം 2a ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്യൂബ് എടുക്കണം. അപ്പോൾ നമുക്ക് 2ൻ്റെ അപ്പോൾ എങ്ങനെ എടുക്കും? ഇത് ആദ്യം 2ൻ്റെ ക്യൂബ് എടുക്കും, അപ്പോൾ 8 എന്ന് കിട്ടും, അല്ലേ? പിന്നെ എയുടെ ക്യൂബ് എടുക്കും, എത്ര കിട്ടും? a³ എന്ന് കിട്ടും, അല്ലേ? സോ 8a³. ഇതിൽ a³ അല്ലേ ആദ്യത്തെ വ്യാപ്തം എന്ന് പറയുന്നത്? സോ 8 × ആദ്യത്തേത്, അല്ലേ? അപ്പോൾ എന്തുകൂടി? a³ എന്ന് പറയുന്നത് 8a³ ആയി എന്ന് പറഞ്ഞാൽ 8 മടങ്ങ് കൂടി എന്ന് പറഞ്ഞാൽ ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ 800% കൂടും എന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് കൂടെ നോക്കാം. എന്തെങ്കിലും സംശയം പറയുന്നത് സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിലോ ഒക്കെ പറയുന്നത് ഒരുപാട് പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്പീഡ് കൂടുന്നത് തീർച്ചയായിട്ടും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഗ്രാസ്പ് ചെയ്ത് വരാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പറയുക. ഇനി നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വീണ്ടും നമ്മുടെ സമയത്തെ കട്ടയുടെ ചുറ്റിലും പെയിൻ്റ് അടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. എല്ലാ വശവും ചായം പൂശിയ ഒരു ക്യൂബിനെ തുല്യ അളവുകളുള്ള ചെറു ക്യൂബുകളായി മുറിക്കുന്നു. ചെറിയ ക്യൂബിൻ്റെ വശം വലുതിൻ്റെ 4/1 ആയാൽ ഒരു വശം മാത്രം ചായം പൂശിയ എത്ര ക്യൂബുകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് 3 വശങ്ങൾ ചായം പൂശിയ 8 എണ്ണം, പിന്നെ 2 വശങ്ങൾ ചായം പൂശിയത് 12 × n-2 എന്നും 3 വശങ്ങൾ ചായം പൂശിയത് ഒരു വശം ചായം പൂശിയത് 6 × n-2² എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മൾ പറഞ്ഞ സാധനമാണ്, അല്ലേ? 6 × n-2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി എന്താണ് n എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെച്ചോളുക. ഇവിടെ നമ്മളൊരു ക്യൂബ് താഴെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നോക്കണം എന്ന് വിചാരിച്ചോളുക. മുകളിൽ നമ്മൾ താഴേക്ക് നോക്കുകയാണ്. ടോപ്പ് വ്യൂ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്യൂബിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു സമയമായിരിക്കും കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ വശം എത്രയായാലും അതിൻ്റെ 4/1 ആക്കി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്. ഇതിൻ്റെ വശം 12 ആണെന്ന് വിചാരിക്കുക. അതായത് വലിയ ക്യൂബിൻ്റെ വശം 12 ആണ്. അതിനെ 4/1 ആക്കുക എന്ന് പറഞ്ഞാൽ 12 × 4/1. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അതായത് ചെറിയ ഒരു ക്യൂബിൻ്റെ വശം 3 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ മുറിച്ച് നോക്കിയാൽ 1, 2, 3 ഇങ്ങനെ മുറിക്കുമ്പോൾ എത്ര പാർട്ട് വരും? 4 പാർട്ട് വരും, കണ്ടോ? അതായത് 4 ക്യൂബുകളാക്കി മാറ്റാമെന്നല്ലേ? 4 ക്യൂബുകളാക്കി മോൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 4 നമ്മൾ എടുക്കുക. മനസ്സിലായില്ലേ? മുകളിൽ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 4 ക്യൂബ് ആയിരിക്കും മുകളിൽ നോക്കുമ്പോൾ കാണുന്നത്. ഒരു വരിയിൽ, അല്ലേ? ഒരു വശത്തിനെ എത്ര ആക്കി മാറ്റാം? 4 ക്യൂബിൻ്റെ വശമാക്കി മാറ്റാം. കാര്യം ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 16 ആണെങ്കിലും 16 4 × 1, അപ്പോൾ 4 ക്യൂബ് ഇതാ. ഒരു വശം 4 ആയിരിക്കും, ഒരു വശം 3. ഒരു വശത്തിൻ്റെ നീളം അല്ല നമ്മൾ എടുക്കുന്നത്, എത്ര പാർട്ട് എന്നുള്ളതാണ്. സോ അവിടെ 4 പാർട്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കൊടുത്തു നോക്കാം. 6 × 4 - 2ൻ്റെ സ്ക്വയർ, അതായത് 6 × 4 - 2 2 ആണ്, 2 സ്ക്വയർ 4 ആണ്. സോ 24. കണ്ടോ? അപ്പോൾ അങ്ങനെ എത്ര ക്യൂബുകൾ ഉണ്ടായിരിക്കും? 24 ക്യൂബുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, ഈ ഒരു 2 ചോദ്യങ്ങൾ ഒരേ പാറ്റേണിലുള്ള എന്നാൽ 2 തരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കാം. വശം 2 സെൻറ്റിമീറ്റർ ആയ എത്ര ക്യൂബുകൾ വേണം വശം 4 സെൻറ്റിമീറ്റർ ആയ ഒരു ക്യൂബ് ഉണ്ടാക്കാൻ? അതായത് നമ്മൾ വശം 2 സെൻറ്റിമീറ്റർ ആയ കുറേ ക്യൂബുകൾ നമ്മൾ കയ്യിൽ ഇരിക്കുകയാണ്. അതിനെ വാരി അടുക്കി നമ്മൾ എന്തുണ്ടാക്കുകയാണ്? വശം 4 സെൻറ്റിമീറ്റർ ആയ ക്യൂബ് ഉണ്ടാക്കണം. എങ്കിൽ എത്ര എണ്ണം വേണം എന്നാണ് ചോദ്യം. സെയിം പാറ്റേണിലുള്ള വേറെ ചോദ്യമാണ്. 20 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിൽ നിന്നും 5 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ ഉണ്ടാക്കാം?
രണ്ടും ഒന്ന് തന്നെയാണ്. ഈ 20 സെൻറ്റിമീറ്റർ എത്ര ക്യൂബുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 സെൻറ്റിമീറ്ററുള്ള എത്ര എണ്ണം അടുക്കി വെച്ചാൽ 20 സെൻറ്റിമീറ്ററുള്ള ക്യൂബ് ആവുന്നതാണ്. രണ്ടും സെയിം അല്ലേ? അത് ഒരുപോലെ പഠിച്ചോളൂ. രണ്ടും ഒരേ ഇത് ചോദിച്ച് നമ്മൾ എഴുതും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇങ്ങനെ 20 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൽ നിന്നും 5 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ ഉണ്ടാക്കാൻ ചോദിച്ചാൽ നമ്മൾ എഴുതും. നമ്മൾ എന്ത് ചെയ്യും? വലിയ ക്യൂബിൻ്റെ വ്യാപ്തം ബൈ ചെറുതിൻ്റെ. അതാണ് ക്യൂബുകളുടെ എണ്ണം. നമ്മൾ പഠിച്ചു വെച്ചിരുന്ന കാര്യമാണ് അല്ലേ? ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വലുതിൻ്റെ വ്യാപ്തം ബൈ ചെറുതിൻ്റെ വ്യാപ്തം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്ന് രൂപം മാറ്റി ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസിങ് ആയി പോകും. ഇത് തന്നെയാണിത്. ക്ലിയർ ആയില്ലേ? അതായത് 20 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൽ നിന്നും 5 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 5 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ ചേർത്ത് വെച്ചാൽ 20 സെൻറ്റിമീറ്റർ ആവുന്നല്ലേ? രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എന്താണ് മെത്തേഡ്? വലുതിൻ്റെ വ്യാപ്തം ബൈ ചെറുതിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇവിടെ വലിയ വശം 4 അല്ലേ? അപ്പോൾ വലുതിൻ്റെ വ്യാപ്തം എന്ത് വരും? വലുതിൻ്റെ വ്യാപ്തം ബൈ ചെറുതിൻ്റെ വ്യാപ്തം. ഇതാണ് എപ്പോഴും പഠിച്ചോളൂ. ഇതാണ് ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ വലുതിൻ്റെ വ്യാപ്തം എന്താണ്? ക്യൂബ് അല്ലേ? അപ്പോൾ a ക്യൂബ് അല്ലേ? അപ്പോൾ 4ൻ്റെ ക്യൂബ് ബൈ 2ൻ്റെ ക്യൂബ്. ശരിയല്ലേ? 4ൻ്റെ ക്യൂബ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ 4 × 4 × 4 ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടെ. അതായത് ഈ സംഖ്യയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വെട്ടി ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് കട്ട് ചെയ്ത് 2 വരും, ഇത് കട്ട് ചെയ്ത് 2 വരും, ഇത് കട്ട് ചെയ്ത് 2 വരും. ഇപ്പോൾ 2 × 2 × 2 8 എന്ന് കിട്ടും. സുഖമായിട്ട് 8 ഉണ്ടോ നോക്കിയാൽ 8. സെയിം തന്നെ നമുക്ക് ഇതും ചെയ്യാം. വലുതിൻ്റെ വ്യാപ്തം അതായത് 20ൻ്റെ ക്യൂബ് അല്ലേ? 20ൻ്റെ ക്യൂബ്. സോ 20 × ഇവിടെ ഇത് കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ എഴുതിയാൽ. ബൈ ചെറുതിൻ്റെ 5 × 5 അത് മനസ്സിലായില്ലേ? കാര്യം 5ൻ്റെ ക്യൂബാണ്. ശരിയല്ലേ? സോ നമുക്കിത് കട്ട് ചെയ്യാം. അതായത് ഇവിടെ 4 വരും, ഇത് കട്ട് ചെയ്യുമ്പോൾ 4 വരും, ഇത് കട്ട് ചെയ്യുമ്പോൾ 4 വരും. സോ 4 × 4 16 × 4 64. ഉണ്ടോ നോക്കി? ഉണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? ഓക്കെ. ഇനി അടുത്തൂടെ നമുക്ക് ഇതിലൂടെ ഒന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ നോക്കാം. 3 മീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയായ ഒരു മുറിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും നീളം കൂടിയ കമ്പിൻ്റെ നീളം എന്ത്? കമ്പിൻ്റെ കബിയായിപ്പോൾ അല്ലേ? കമ്പിൻ്റെ നീളം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. സോ ഒരു മുറിയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറി തന്നെ നോക്കുക. ആ മുറിയിൽ വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നീളം കൂടിയ കമ്പ് ഇങ്ങനെ കുത്തൻ നിർത്തുന്ന കമ്പായിരിക്കും, ലംബമായിട്ട് നിർത്തുന്ന കമ്പായിരിക്കത്തില്ല. ഒരു കോർണറിൽ നിന്നും അതിന് നേരെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് വയ്ക്കുന്ന ഒരു കമ്പായിരിക്കും, അല്ലെങ്കിൽ കമ്പിയായിരിക്കും ഏറ്റവും നീളം കൂടിയ കമ്പ് അല്ലെങ്കിൽ കമ്പി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ എങ്ങനെ വെച്ചാലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ നീളം കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നീളം. അതായത് വികരണമാണെന്ന് പറയാം. ഒരു ശീർഷത്തിൽ നിന്നും മറു ശീർഷത്തിലേക്ക് വയ്ക്കുന്ന ഒരു കമ്പ് അല്ലെങ്കിൽ വലിച്ചു കെട്ടുന്ന കയറെന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ വികരണമായിരിക്കും. ഇനി നമുക്കൊരു ക്യൂബിൻ്റെ വികരണം കണ്ടുപിടിക്കാനുള്ള ക്യൂബിൻ്റെ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ക്യൂബ് വരച്ച് കാണിച്ചാലും പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. അതിനേക്കാൾ ബെറ്റർ എന്താണ്? നിങ്ങളൊരു റൂം തന്നെ നോക്കുന്നതായിരിക്കും. അതായത് ഈ മൂലയിൽ നിന്ന് അകത്തുകൂടെ ഈ മൂലയെ കൊണ്ട് വയ്ക്കുന്ന സാധനമായിരിക്കും എപ്പോഴും വികരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വികരണത്തിൻ്റെ നീളം ഒരു ക്യൂബിൻ്റെ ഒരു വശം a ആണെങ്കിൽ അതിൻ്റെ വികരണത്തിൻ്റെ നീളം √3a ആണ്. a വെളിയിലാണെന്ന് ഓർക്കുക. 3ക്ക് മാത്രമേ റൂട്ടുള്ളൂ. അതുകൂടി ഓർത്ത് വെച്ചോളൂ. അപ്പോൾ a എന്ന് പറഞ്ഞ വശം, നമ്മൾ എപ്പോഴും പറഞ്ഞ വശം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വശം? 3 മീറ്റർ വശമുള്ള. സോ aക്ക് വരെ 3 കൊടുക്കും. സോ √3 × 3 അതായത് 3√3 മീറ്റർ. അപ്പോൾ അത് ഓർത്ത് വെച്ചപ്പോൾ കോൺസെപ്റ്റ് കിട്ടുക. വികരണമാണ്. വികരണത്തിൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും. √3a എന്നൊക്കെ ചിലത് a√3 നിന്നും പഠിക്കും കേട്ടോ. അപ്പോൾ അറിയാമായിരിക്കും. പക്ഷേ അത് ഏറ്റവും നീളം കൂടിയ കമ്പ് എന്ന് പറയുന്നത് ഒരു വികരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ക്യൂബ് ആകൃതിയിലുള്ള ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നേരത്തെ 100% ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അത് തന്നെയാണ് അവിടെ നമ്മൾ പറഞ്ഞില്ലേ, 100% കൂടുക മീൻസ് ഇരട്ടി കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയയും കിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ടാങ്ക്, ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ടാങ്ക്, അതായത് ഈ 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിൻ്റെ കേസ് എടുക്കാം. ആ ടാങ്കിൻ്റെ ഒരു വശം a ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? അതിൻ്റെ വ്യാപ്തം നമുക്കറിയാം. അതിൻ്റെ വ്യാപ്തം a ക്യൂബ് ആയിരിക്കും. അത് നമുക്ക് 50 ലിറ്റർ എന്നൊക്കെ അറിയാം. എനിവേ എന്താ ഇവിടുത്തെ വ്യാപ്തം 50 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി വശം നമ്മൾ ഇരട്ടിയാക്കുമ്പോൾ എന്ത് സംഭവിക്കും? വശം 2a ആവും. അപ്പോൾ അതിൻ്റെ വ്യാപ്തം എത്രയായിട്ട് മാറും? വ്യാപ്തം എത്രയാവും? 2a ക്യൂബായിട്ട് മാറും. ശരിയല്ല? നമുക്കറിയാം ഈ a ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം. 50 ലിറ്റർ ആണെന്ന് അറിയാം. കാര്യം വ്യാപ്തം 50 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതാണ് ഉള്ളത് അല്ലേ? കൊള്ളുന്ന വെള്ളം മീൻസ് വ്യാപ്തമാണ്. അപ്പോൾ വ്യാപ്തം 2a ക്യൂബാണ് നമുക്കറിയാം പുതിയതിൻ്റെ. അപ്പോൾ എന്ത് സംഭവിക്കും? 2ൻ്റെ ക്യൂബ് 8, a ക്യൂബ് a ക്യൂബ്. ശരിയല്ലേ? a ക്യൂബ് നമുക്കറിയാം. a ക്യൂബ് ആദ്യത്തെ വ്യാപ്തം അല്ലേ? അത്രയാണ് 50 ലിറ്റർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യും? 8 × 50 5 × 8 40 400 ലിറ്റർ.
ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു വ്യാപ്തം, ഒരു ക്യൂബിൻ്റെ വ്യാപ്തം എ ആണ്, അല്ലെങ്കിൽ വ്യാപ്തം 2 അല്ലെങ്കിൽ ഒരു വശം 2 മടങ്ങ് ആകുന്നു പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം 8 മടങ്ങ് വർദ്ധിക്കും. കാര്യം 2ൻ്റെ ക്യൂബ് എടുത്ത് കൊടുത്താൽ മതി, സിമ്പിളാണ്. 2 മടങ്ങ്, 2 ഇരട്ടി, ഇരട്ടി മീൻസ് 2 മടങ്ങാണ്. 2 മടങ്ങ് കൂടുന്നു മീൻസ് വോളിയം എ ക്യൂബ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, 2ൻ്റെ ക്യൂബ് കൂടും. ഇനി നമ്മൾ പറയുകയാണ് ഒരു ടാങ്ക് അല്ലെങ്കിൽ ടാങ്കിൻ്റെ ക്യൂബാകുന്ന ടാങ്കിൻ്റെ വശം 3 ഇരട്ടി ആയാൽ അല്ലെങ്കിൽ 4 ഇരട്ടി ആയാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 4 ഇരട്ടി ആകുമ്പോൾ 4ൻ്റെ ക്യൂബ് ആവും, 5 ഇരട്ടി ആകുമ്പോൾ 5ൻ്റെ ക്യൂബ് ആവും. ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. 5ൻ്റെ ക്യൂബ്, 2ൻ്റെ ക്യൂബ് 8, 8 കൊണ്ട് ആയതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഡയറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്ന മെത്തേഡ്. എക്സാമിന് നമുക്ക് അങ്ങനെ മെത്തേഡും സ്റ്റെപ്പൊന്നും വേണ്ട, എനിവേ എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ക്യൂബിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. അടുത്ത ദിവസം നമ്മൾ അടുത്തൊരു 3 ഡയമെൻഷണൽ ഫിഗറുമായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ജോമെട്രി നമുക്ക് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. സോ നമുക്ക് ജോമെട്രി ഒന്ന് പക്കയാക്കി എടുക്കണം, ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ഓക്കെ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങൾ, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ്, അതല്ല പോസിറ്റീവിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ട നെഗറ്റീവാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനൊരു ടോപ്പിക് ബേസ് ക്ലാസ് പോയിട്ട് യൂസ് ഇല്ല, നമുക്ക് മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻസ് മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പറയുക. അപ്പോൾ എനിവേ നിർദ്ദേശങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.